എല്ലാവർക്കും നമസ്കാരം. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, കമൻ്റ് അയക്കാറുണ്ട്, ചിലർ ഫോൺ വിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം പറയുന്നത്? നിങ്ങൾ കേന്ദ്രത്തിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ കേരളത്തിലുള്ളവരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? കേന്ദ്രത്തിൽ ഭരിക്കുന്നവരെ ഒന്നും പറയുന്നില്ലല്ലോ. അതിനൊക്കെ രണ്ട് മൂന്ന് മറുപടികൾ പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വീഡിയോ ശരിക്കും മലയാളത്തിലാണല്ലോ. ഈ മലയാളത്തിലുള്ള വീഡിയോ മലയാളിക്കല്ല മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹിന്ദിക്കാരന് മനസ്സിലാകേണ്ട കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തൂടെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത്, എൻ്റെ വീഡിയോകളൊന്നും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വീഡിയോ അല്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ഒരു നിഷ്പക്ഷമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ, ഒരു നിഷ്പക്ഷ മലയാളി എന്ന രീതിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയോട് യോജിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത്, ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിന് താഴോട്ടുള്ള നമ്മുടെ ആളുകൾ, മലയാളികൾ, അവരുടെ ഇന്നത്തെ അവസ്ഥ, നാളുകളിലെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ വീഡിയോകളെല്ലാം എഴുതുന്നതും ഞാനത് അവതരിപ്പിക്കുന്നതും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചേ, നിങ്ങൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, നിങ്ങൾ LDFകാരനോ UDFകാരനോ NDAക്കാരനോ എന്തായാലും ആട്ടെ, അതെല്ലാം മാറ്റി വെച്ചിട്ട് മലയാളി എന്ന രീതിയിൽ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറ ഇവിടെ എങ്ങനെ ജീവിക്കും? ഈ കുഞ്ഞുങ്ങൾക്ക് വിദേശത്തോട്ട് നല്ലൊരു ശതമാനം കയറി പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു ഭാവിയില്ല. നാട്ടിലോട്ട് തിരിച്ചു വന്നാൽ ഒരു ഗതിയില്ലാത്തതുകൊണ്ട് തിരിച്ചു പോരത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20, 30, മാക്സിമം 50 വർഷത്തിനുള്ളിൽ ഈ മലയാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു പരിധിവരെ അവർക്കൊരു സ്വന്തം സംസ്ഥാനം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ ഇത് തകർന്നു പോയേക്കാം എന്ന് ദീർഘമായി കണ്ടിട്ടാണ് ഞാൻ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. അതിന് അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതാണ് നമ്മളുടെ പ്രധാനമായ വിഷയങ്ങൾ. ഇനി നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഇവിടെ മാറി മാറി ഭരിച്ച ആളുകളാണ്. അത് LDF ആണെങ്കിലും UDF ആണെങ്കിലും മാറി 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 ഭരിച്ചവരുടെ കയ്യിലെ ഭരണപരാജയങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതെന്നതാണ് സത്യം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് കുഴപ്പമെങ്കിൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നവരോട് ചോദിക്കട്ടെ, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അതുപോലെ പ്രശ്നങ്ങളില്ല? എന്തുകൊണ്ട് തെലുങ്കാനയിൽ അതുപോലെ പ്രശ്നങ്ങളില്ല? എന്തുകൊണ്ട് കർണാടകയിലും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പ്രശ്നങ്ങളില്ല? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ ഒരുപോലെ വരേണ്ടതാണ്. പക്ഷേ ഇന്ത്യ മുഴുവൻ ഒരുപോലെ വരാതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, അതിൽ കർണാടകം BJP ഭരിക്കുന്ന സംസ്ഥാനമല്ലല്ലോ, തമിഴ്നാട് BJP ഭരിക്കുന്ന സംസ്ഥാനമല്ലല്ലോ, തെലുങ്കാന BJP ഭരിക്കുന്ന സംസ്ഥാനമല്ലല്ലോ, ആന്ധ്രയും മഹാരാഷ്ട്രയും BJPക്ക് ഭരണത്തിൽ പങ്കുണ്ടെന്നുള്ളത് സത്യമാണെങ്കിലും അല്ലാത്ത സംസ്ഥാനങ്ങളും കുതിച്ച് കയറുമ്പോൾ നമ്മുടെ സംസ്ഥാനം എന്തുകൊണ്ട് വളരുന്നില്ല എന്നത് നമ്മൾ പല മേഖലയിലൂടെ മനസ്സിലാക്കണം. 1, 2, 3 വിഷയങ്ങൾ നമുക്ക് ഇന്നൊന്ന് ചിന്തിക്കാം. കേരളത്തിൽ പൊതുവേ ഒരു കുറച്ച് കാലം മുമ്പ് വരെ മലയാളികൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിക്കുകയോ അല്ലെങ്കിൽ അപൂർവം ചിലരൊക്കെ പരാജയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ പൊതുവേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്, ഒരു 10 സെൻറ്റ് ഭൂമി അങ്ങ് വിൽക്കുക, കടബാധ്യത തീർക്കുക. ഇനി വലിയ ബാധ്യതയുണ്ടെങ്കിൽ ഉള്ള ഭൂമി അങ്ങ് വിറ്റിട്ട് നിലവിലുള്ള ബാധ്യത തീർത്തിട്ട് കുറച്ച് ഉൾപ്രദേശങ്ങളിലേക്കോ വല്ലവും കയറി ഒരു സ്വല്പ സ്ഥലവും സംവിധാനവും ഒക്കെ മേടിച്ചോ ഒതുങ്ങി നിന്നുകൊണ്ട് പിന്നെയും കുറച്ച് കാലമൊക്കെ ജോലി എടുത്ത് തിരികെ കയറി വരിക എന്നുള്ളതായിരുന്നു മലയാളി പൊതുവേ ചെയ്തുകൊണ്ടിരുന്നത്. തന്നെയല്ല, നമ്മുടെ കേരളത്തിലെ പിതാക്കന്മാർ അവരുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിരുന്നത് എല്ലാ കാലത്തും മണ്ണ് ഒരു സമ്പത്താണ്, മണ്ണ് ചതിക്കുകയല്ലെന്നാണ്. കഴിഞ്ഞ തലമുറയിലുള്ള പ്രായമുള്ള ആളുകളെല്ലാം ഇന്നത്തെ തലമുറയോട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ കിട്ടുന്ന പൈസ ചിലവാക്കി കളയരുത്, അത് എവിടെയെങ്കിലും ഒക്കെ മണ്ണ് മേടിച്ചിടണം, ഭൂമി മേടിച്ചിടണമെന്നാണ്. അപ്പോൾ ഭൂമി ചതിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചതിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. അങ്ങനെ ഒരു സംവിധാനം മാറ്റപ്പെട്ടു പോയി. അനേക ആളുകൾക്ക് ഭൂമിയുണ്ട്, പറമ്പിൽ നിന്ന് വരുമാനവും ഇല്ല, ഇതൊട്ട് വിൽക്കാനും മേല.
അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇന്നിത് വിൽക്കാൻ മേലാത്തത് എന്ന് ചോദിച്ചാൽ, വിൽക്കാൻ മേലാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അല്ല. കേരളത്തിൽ ഭൂമി കച്ചവടം നടക്കാത്തതിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ് അല്ല, അത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്തു? സ്ഥലത്തിന് ഒരടിസ്ഥാന വില അങ്ങിട്ടു. എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ വിറ്റ് പോകുന്നതിലും മുകളിൽ ഒരു തുക കൊണ്ട് സ്ഥലത്തിന് അടിസ്ഥാന വില ഇട്ടു. ഒരു കെട്ടിടത്തിന് ചാർട്ടേഡ് എഞ്ചിനീയറെ കൊണ്ട് ഒരു തുക വെപ്പിച്ചിട്ട് അതിൻ്റെ ആ തുക ആധാരത്തെ കാണിക്കണമെന്ന് ഒരു റൂള് കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു വീടും കൂടെ എഴുതണമെങ്കിൽ ആധാരത്തിൽ ഒരു 30-35 ലക്ഷം രൂപ കാണിക്കേണ്ട അവസ്ഥയിലോട്ട് കൊണ്ടുവന്നു. മറ്റ് സ്റ്റേറ്റുകളിൽ 3%, 4% രജിസ്ട്രേഷൻ ഫീസുള്ളപ്പോൾ ഇവിടുത്തെ രജിസ്ട്രേഷൻ ഫീസ് 10.5% വർദ്ധിപ്പിച്ചു. പേപ്പറും എഴുത്ത് ഫീസും എല്ലാം കൂടെ വരുമ്പോൾ 10% വരും. ഈ 10% എഴുത്ത് ഫീസ് കൊടുക്കുന്നതിൻ്റെ ഒന്നും അല്ല കുഴപ്പം. കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തുക കാണിക്കുമ്പോൾ ഈ അടിസ്ഥാന വില ഇത്രയും വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് തുക എഴുതി വരുമ്പോൾ ഈ വാങ്ങിച്ചവൻ ഒരു 5-6 മാസം കഴിയുമ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിനോട് കണക്ക് പറയേണ്ടി വരും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കണക്ക് പറയേണ്ടി വരും. ഇങ്ങനെയെല്ലാം സംഭവിച്ചപ്പോൾ വലിയ തുകയിലേക്ക് പോകുകയും ആളുകൾ എന്ത് ചെയ്താലും ഉദ്യോഗസ്ഥന്മാർ പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു പരിധി വരെ പറഞ്ഞാൽ നമുക്ക് പറയാം എല്ലാം സത്യസന്ധമാണല്ലോ, അതിനെന്നാ കുഴപ്പം, സത്യസന്ധമാണല്ലോ, അതുകൊണ്ടാണല്ലോ കേരളത്തിൻ്റെ സമ്പത്തെല്ലാം വിദേശത്തേക്ക് പോകുന്നത് ന്യായമായ രീതിയിൽ. അങ്ങനെ വരുമ്പോൾ റിയൽ എസ്റ്റേറ്റുകാർ ഈ മേഖലയിൽ നിന്ന് അങ്ങ് പിന്മാറി. റിയൽ എസ്റ്റേറ്റുകാരൻ കേരളത്തിൽ ഭൂമി വാങ്ങിക്കാനും കൊടുക്കാനും തയ്യാറല്ലാത്ത രീതി പിന്മാറിയപ്പോൾ ആർക്കൊക്കെ പ്രശ്നം പറ്റിയെന്ന് നമ്മൾ നോക്കിയാൽ, ബ്രോക്കർമാർ അടിയെ പറഞ്ഞു പോയി, ആധാര എഴുത്തുകാർ അടിയെ പറഞ്ഞു പോയി, ഭൂമി അളവുകാർക്ക് അളവില്ലെന്നായിപ്പോയി, പ്ലാൻ വരയ്ക്കുന്നവർക്ക് ഇല്ലെന്നായി. അങ്ങനെ ഒരു സംഘം ആളുകളെ വഴിയാധാരമാക്കി. ഇപ്പം നമ്മളതിൻ്റെ തെളിവ് പറഞ്ഞേ, ഇപ്പോൾ ഗൾഫ് യുദ്ധം ഉണ്ടായാൽ മലയാളിക്ക് എന്നാ ഇന്ത്യക്കാർക്ക് എന്നാന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഗൾഫ് യുദ്ധം ഉണ്ടായാൽ മലയാളിക്ക് എന്നാ ഇന്ത്യക്കാർക്ക് എന്നാന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായോ? ഗ്യാസേലും ഇന്ധനത്തേലും വരെ പിടുത്തമായി. ഇനിയിപ്പോൾ സാധനങ്ങൾക്കും കൂടെ ഇത് നീണ്ടുപോയ ഷോർട്ടേജ് ആയി കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവുമല്ലോ. അനേക വീടുകളിൽ ഈ മാസങ്ങളിലൊക്കെ മക്കൾ വരാനിരുന്നതാണ്, വിദേശത്തൊക്കെ ഉള്ളവർ. അവർക്കാർക്കും വരാൻ മേലെന്നായി, ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകളില്ലെന്നായി, ഫ്ലൈറ്റുകൾ പരമാവധി നിന്നു. ഇങ്ങനെയെല്ലാം വരുമ്പോൾ സകല മേഖലയിലും ഇത് ബാധിക്കുന്നത് പോലെ ഗവൺമെൻറ് ഈ ഭൂനികുതി ഇതുപോലെ രജിസ്ട്രേഷൻ ഫീസും അടിസ്ഥാന വിലയും എല്ലാം കൂടെ കയറ്റി വെച്ചപ്പോൾ ആളുകൾക്ക് ഇത് കൈകാര്യം ചെയ്യാൻ മേലാത്ത രീതിയിൽ ഇത് തകർന്നു പോയി. ഞാൻ ചോദിക്കുന്നത്, ഇത് കാണിച്ചു വെച്ചത് കേന്ദ്ര ഗവൺമെൻറ്റാണോ സംസ്ഥാന ഗവൺമെൻറ്റാണോ? നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഒന്നും പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊള്ളരുതായിക കാണിച്ചു വെച്ചത് ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റാണ്, അല്ലേ ഇവിടെ ഭരിക്കുന്നവരാ. ഇവിടുത്തെ പ്രധാന കക്ഷികൾ ഭരണപക്ഷം ഇത് ചെയ്തു വെച്ചപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം ഒരക്ഷരം ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും പറയുന്നത്. ഇനി അടുത്തത് കറണ്ട് ബില്ല്. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം വർക്ക് ചെയ്ത് ശരിക്കും കറണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 1500 കോടി രൂപയുണ്ടെങ്കിൽ കേരളത്തിൽ കറണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരു വർഷത്തേക്ക്. അതായത് 3000 കോടി യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ കേരളത്തിൻ്റെ ഉപഭോഗത്തിനുള്ള കറണ്ട് നമുക്ക് നമ്മുടെ മിഷനറി വെച്ച് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ 1500 കോടി രൂപ ചിലവിൽ പറ്റും. അത് 3000 കോടി ഉണ്ടാക്കേണ്ടിടത്ത് 500 കോടി ഉണ്ടാക്കിയിട്ട് ബാക്കി 2500 കോടി വെളിയിൽ നിന്ന് വിലയ്ക്ക് മേടിക്കുക. കഴിഞ്ഞ UDF ഗവൺമെൻറ് 10500 കോടി രൂപയുടെ കരാറ് 25 വർഷത്തേന് വെച്ചത്, അത് ക്യാൻസൽ ചെയ്ത് 27,000 കോടി രൂപയുടെ കരാറാക്കി വെച്ചത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. 27,000 കോടി രൂപയുടെ കരാറാക്കി വെച്ചപ്പോൾ ആളുകൾക്ക് 1000 രൂപ ബില്ല് വരേണ്ടിടത്ത് 3000 രൂപ കറണ്ട് ബില്ല് വന്നു. അത് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണോ? അപ്പോൾ ഈ 1000 രൂപ കറണ്ട് ബില്ല് വരേണ്ടപ്പോൾ അങ്ങനെയുള്ളവർക്ക് 3000 രൂപ കൊടുത്തപ്പോൾ, ഞാൻ പറയുന്നത് ഇവിടെ 3000 രൂപ കറണ്ട് ബില്ലുള്ള അത്രയും വലിപ്പമുള്ള വീടുകൾ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു 750 രൂപ കറണ്ട് കാശ് കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പം ഇനി 1000 രൂപ എന്നങ്ങ് കൂട്ടിയാൽ പോലും ഒരു കറണ്ട് ബില്ല് 2000 രൂപ കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു വർഷം 6 കറണ്ട് ബില്ല് വരും. 6 കറണ്ട് ബില്ലിന് 2000 രൂപ വെച്ച് കൂട്ടിക്കഴിയുമ്പോൾ 6 2 12 12000 രൂപ. 200 കിലോ അരി മേടിക്കാനുള്ള പൈസയാണ് കൊണ്ടുപോയത്. ഈ 200 കിലോ അരി മേടിക്കാനുള്ള പണം സാധാരണക്കാരൻ്റെ കട്ടോണ്ട് പോയത് കേന്ദ്ര ഗവൺമെൻറ്റാണോ? അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു 5 പേരുള്ള വീട് കേരളത്തിൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ മാസം ഒരു 30,000 രൂപ, ദിവസം 1000 രൂപയില്ല ഇത് പോകുകയില്ല.
വെള്ളം മേടിക്കുന്നവർക്ക് അതിന് ബില്ലുണ്ട്, ബാക്കി എല്ലാ സാധനങ്ങൾക്കും അമിതമായ വിലയാണ്. അതേ സമയത്ത് 5 പേരുള്ള ഒരു വീട് നടന്നു പോകണമെങ്കിൽ തമിഴ്നാടാണെങ്കിൽ 15,000 രൂപ മതി മാസം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വില നിലവാരം പിടിച്ചു നിർത്താനുള്ള സംവിധാനം അവിടെ ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്ത വീടുകൾ അപൂർവമാണ്. കേരളത്തിൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 30 രൂപ കേന്ദ്രത്തിന് നികുതി പോകുമ്പോൾ 35 രൂപ സംസ്ഥാനത്തിന് നികുതി പോകും. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 30 കേന്ദ്രത്തിനും 30 സംസ്ഥാനത്തിനുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇവിടെയല്ലേ? ഈ കൂടുതൽ മേടിച്ചത് കേന്ദ്രമാണോ? മറ്റ് സ്റ്റേറ്റുകളിൽ മേടിക്കുന്ന കൂടുതലും മേടിച്ചത് ആരാ? ഇനി തമിഴ്നാട്ടിലോട്ടും കർണാടകത്തിലോട്ടൊക്കെ ഒന്ന് ചെന്നേ, നമ്മൾ നോക്കുമ്പം 5ഉം 6ഉം പേരൊക്കെയാണ്, അല്ലെ 3ഉം 4ഉം പേരൊക്കെയാണ് ഒരു ബൈക്കാണ് പോകുന്നത്. ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല. സാധാരണക്കാർക്ക് അങ്ങനെ അവരുടെ ആവശ്യത്തിന് പോവുകയും വരികയൊക്കെ ചെയ്യാം. അവിടെ പെറ്റിയും ഇതുപോലെ ഇല്ല, പെനാൽറ്റി ഇതുപോലെ ഇല്ല, ഒന്നുമില്ല. ഇവിടെ MED ഇപ്പം മഫ്റ്റി നടന്ന് ഫോട്ടോ എടുക്കുക, മഫ്റ്റി നടന്ന് പോലീസുകാർ ഫോട്ടോ എടുക്കുക. ഇതുപോലെ വഴിയിലോട്ട് ഇറങ്ങിയാൽ ഇതുപോലെ പെറ്റിയും പെനാൽറ്റി എന്നും പറഞ്ഞ് കൊള്ളയടിക്കുന്ന ഒരു സംസ്ഥാനമില്ല വേറെ. ആളുകൾക്കാണെങ്കിൽ ജോലിയും കൂലിയില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? ഇതല്ലേ ഞാൻ പറയുന്നുള്ളൂ. ഇത് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണണ്ട, മലയാളി എന്ന രീതി കാണും. മലയാളി എന്ന രീതി കണ്ടിട്ട് ഇതിനെല്ലാം ഒരു പരിഹാരം വേണം. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ അനുദിനം പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ, ഫാക്ടറികൾ, വ്യവസായശാലകളൊക്കെ വരുമ്പോൾ കേരളത്തിൽ ഉള്ളതും കൂടെ പൂട്ടിപ്പോവുക ഓരോ ദിവസവും. അല്ല, നിങ്ങളൊന്ന് പറഞ്ഞേ, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിയതെന്ന് പറഞ്ഞേ. ഒരുമാതിരിപ്പെട്ട വാഹന നിർമ്മാണ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുതിയ ഇൻഡസ്ട്രികൾ വരുന്നത് മുഴുവൻ തമിഴ്നാട്ടിൽ. കേരളത്തിൽ എന്തെങ്കിലും കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് വന്നത് ഈ തള്ളല്ലാതെ എന്തെങ്കിലും വന്നതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇനി അടുത്തത്, ഭാരത് ബന്ദ് വെച്ചിട്ട് 5800-ൽ പരം കോടി രൂപയുടെ നഷ്ടം വരുത്തിയ ഒരേ ഒരു സംസ്ഥാനം കേരളമല്ലേ? വേറെ എവിടെയാലും ഈ പ്രശ്നം ഉണ്ടായോ? അതിനകത്ത് ഇവിടുത്തെ LDFൻ്റെ യൂണിയൻകാരും ഉണ്ട്, UDFൻ്റെ യൂണിയൻകാരും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്നതാ പറയണ്ടേ? ഈ ആരാധനാലയങ്ങൾ ഇതുപോലെ കൊള്ളയടിച്ച ഒരു സംസ്ഥാനം കേരളം മാത്രമല്ല ഉള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയാലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ചത്? കോപ്പറേറ്റീവ് ബാങ്കുകൾ കൊള്ളയടിച്ചതും പൊട്ടിച്ചതും കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പം ഞാൻ എൻ്റെ വീഡിയോകൾക്കകത്ത് പറയുന്നത് ഒരു മലയാളി എന്ന രീതിയിൽ കാണുന്നവർക്ക് മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ആർക്കേലും കൊള്ളും. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും പറയട്ടെ, യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കണ്ണു തുറന്ന് കണ്ട് ഇവിടെ LDF ഭരിക്കുന്നോ UDF ഭരിക്കുന്നോ NDA ഭരിക്കുന്നോ എന്നുള്ളല്ലോ വിഷയം. മലയാളികളുടെ അടുത്ത തലമുറകൾക്ക് ഇവിടെ സുഗമമായി ജീവിക്കാൻ പറ്റുന്നത് പോലെ ആര് ഭരിക്കുന്നു എന്നത് നമ്മൾ കണക്ക് കൂട്ടണം. അതിനനുസരിച്ചുള്ള ഒരു കൂട്ടായ പരിശ്രമവും വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.